നമസ്കാരം, ആത്മഭാരതത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ വീണ്ടും ഒരു രോഗത്തിൻ്റെ പേരാണ് എല്ലാവരും പറയുന്നത്, ഷിഗല്ല. പക്ഷേ ഇത് പുതിയ വൈറസാണോ, അല്ലെങ്കിൽ കോവിഡ് പോലെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന നമ്മൾ ഭയപ്പെടേണ്ട ഒന്നാണോ? ഇന്ന് ഈ വീഡിയോയിൽ ഷിഗല്ലയെക്കുറിച്ച് എല്ലാവരും അറിയേണ്ട സത്യങ്ങൾ നോക്കാം. എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കേരളത്തിൽ ഷിഗല്ല കേസുകൾ വർദ്ധിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. മറ്റ് ജില്ലകളിലും കേസുകൾ സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. സമീപകാല കണക്കുകൾ പ്രകാരം ജൂൺ മാസത്തിൽ മാത്രം 100-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ മരണങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് കുടിവെള്ള സുരക്ഷ, ശുചിത്വം, രോഗനിരീക്ഷണം എന്നിവ ശക്തമാക്കിയിട്ടുണ്ട്. എന്താണ് ഷിഗല്ല? ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഷിഗല്ല ഒരു വൈറസ് അല്ല, ഇതൊരു ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയ നമ്മുടെ കുടലിനെ ബാധിക്കുന്നു. അതുകൊണ്ടാണ് കടുത്ത വയറിളക്കം, രക്തം കലർന്ന മലം, വയറുവേദന, പനി, ഛർദി ഇതുപോലുള്ള ലക്ഷണങ്ങൾ കാണുന്നത്. എങ്ങനെയാണ് ഇത് പകരുന്നത്? പലരും കരുതുന്നത് പോലെ വായുവിലൂടെ അല്ല. ഷിഗല്ല പ്രധാനമായും പകരുന്നത് മലിനമായ വെള്ളം, മലിനമായ ഭക്ഷണം, കൈ കഴുകാതെയുള്ള ഭക്ഷണം കഴിക്കൽ, രോഗബാധിതരുമായ ശുചിത്വമില്ലാത്ത സമ്പർക്കം ഇവയിലൂടെയാണ്. അതായത് നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട ഒരു രോഗമാണ് ഷിഗല്ല. ഇനി ആരാണ് കൂടുതൽ അപകടത്തിൽ? ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ളത് ചെറിയ കുട്ടികൾ, പ്രായമായവർ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ ഇവർക്കാണ്. ശരീരത്തിൽ വെള്ളം വേഗം കുറയുന്നതിനാൽ രോഗം ഗുരുതരമാകും. അതുകൊണ്ടാണ് ലക്ഷണങ്ങൾ കണ്ടാൽ വീട്ടിലിരുന്ന് ചികിത്സിക്കാതെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത് കൂടുന്നത്? ഈ ചോദ്യം വളരെ പ്രധാനമാണ്. കേരളത്തിലെ ആരോഗ്യ സംവിധാനം മികച്ചതാണെങ്കിലും ചില വെല്ലുവിളികൾ തുടരുന്നു. മഴക്കാലത്ത് മലിനജലം കുടിവെള്ളവുമായി കലരുക, ശുചിത്വക്കുറവ്, ഭക്ഷണ സുരക്ഷയിലെ വീഴ്ചകൾ, രോഗം കണ്ടെത്തുമ്പോഴേക്കും മറ്റുള്ളവരിലേക്ക് പടരുക, ഇവയെല്ലാം രോഗവ്യാപനത്തിന് കാരണമാകും. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് കുടിവെള്ളം തിളപ്പിച്ച് കുടിക്കാനും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകാനും പൊതുജനങ്ങളോട് ആവർത്തിച്ച് അഭ്യർത്ഥിക്കുന്നത്. ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. ഓരോ തവണ ഒരു രോഗം വരുമ്പോഴും നമ്മൾ ചികിത്സയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ പ്രതിരോധത്തെക്കുറിച്ച് എത്ര പേര് ചിന്തിക്കുന്നു? നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പോലും പറയുന്നത് ശൗചം അഥവാ ശുചിത്വം ഒരു ആരോഗ്യശീലം മാത്രമല്ല, ഒരു ജീവിത മൂല്യമാണ്. കൈ കഴുകുക, വെള്ളം ശുദ്ധിയായി സൂക്ഷിക്കുക, പരിസരം വൃത്തിയായി വയ്ക്കുക, ഇവ ചെറിയ കാര്യങ്ങളല്ല, ഇവ ജീവൻ രക്ഷിക്കുന്ന ശീലങ്ങളാണ്. ഷിഗല്ലയെ പേടിക്കേണ്ട, പക്ഷേ അവഗണിക്കരുത്. ശരിയായ സമയത്ത് ചികിത്സ തേടുക, ശുചിത്വം പാലിക്കുക, നമ്മുടെയും നമ്മുടെ കുടുംബത്തെയും സുരക്ഷിതമാക്കുക. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.